കാപ്പാട് യാത്രയ്ക്ക് ശേഷം നമ്മൾ തമ്മിൽ കണ്ടില്ല. ഞാൻ കുറച്ച് ബിസിയായിരുന്നു. ആ, ചന്തയിൽ പോയതാ. ഗ്രഹനാഥനും പാചകക്കാരനും ഒക്കെ ഞാൻ തന്നെയാണല്ലോ. എന്റെ കുഴപ്പം ഇപ്പൊ ടീച്ചറിനാന്ന് തോന്നുന്നു. വല്ലപ്പോഴും ഒരിക്കൽ കണ്ടുമുട്ടുമ്പോഴും ടീച്ചർ വളരെ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ. ശീലം അങ്ങനെയായി പോയില്ലേ? മൂളി കേൾക്കുക, മറുപടി ഒരു അക്ഷരം ശബ്ദിക്കാതിരിക്കുക. നാടും വീടും എന്നെ അങ്ങനെ പഠിപ്പിച്ചത്. ടീച്ചറും വേദാന്തം സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. വെള്ളത്തുണിയുടെ മാഹാത്മ്യം കാണാൻ ഇതിനേക്കാൾ നല്ലൊരു ലൊക്കേഷൻ വേറെ എവിടെ കിട്ടാനാ? എല്ലാരും നിന്നെ പോലെ തന്നെ കരുതുന്നതാ നിന്റെ തെറ്റ്. ആഹാ, നിന്റെ പുരോഗതി കൊള്ളാവലോടി. ഇങ്ങോട്ട് എടി പൊടിന്ന് വിളിക്കുന്നവനൊക്കെ അങ്ങോട്ട് ബഹുമാനം വേറെ വേണമായിരിക്കും. ആരാ ടീച്ചർ ഇത്? ഓഹോ, വാ പറഞ്ഞുതരാം. ഞാനിതിൽ തലയിടണോ? അത്രയ്ക്ക് വല്ലത് ഉള്ളതാണോ ടീച്ചറെ? വേണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ. കുരയ്ക്കണവര് അവിടെ കിടന്ന് കുരയ്ക്കട്ടെ. ഞാൻ കുറെ കണക്കും കാര്യങ്ങളൊക്കെ പറയട്ടടി, അതൊക്കെ കേട്ടിട്ട് പോയാ മതി. അങ്ങോട്ട് ഈ ലോകൈക സുന്ദരിക്ക് ഒരു ലവർ ഉണ്ടായിരുന്നു. ഭാഗ്യവാൻ ചത്തുപോയി. ഇവളുടെ അഴിഞ്ഞാട്ടം കാണാണ്ട് അങ്ങേന്ന് ചേർന്നല്ലോ. സെക്കൻഡ് ചാൻസ് ഈ എന്റെയാ. എന്തൊക്കെ ആട്ടം ഇവൾ ആടിയാലും ഞാൻ ഇവളെ കെട്ടിയൊന്നാടും. ദാറ്റ്സ് എ ചാലഞ്ച്. തേർഡ് ചാൻസ് വേണമെങ്കിൽ ആയിക്കോ, എനിക്കൊരു വിരോധമില്ല. കുടുംബത്ത് നമ്മൾ ഒറ്റ സന്തതി ആയിരിക്കും അല്ലേ? കൂടപ്പറപ്പായിട്ടൊരു പെണ്ണുണ്ടാവില്ല. അമ്മയ്ക്ക് തന്റെ അച്ഛൻ ആരാണെന്ന് അറിവുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ പെരുവഴിയില് ഒരു പെണ്ണിനടുത്ത് താൻ ഈ കൊരയൊന്നും കുറയ്ക്കില്ലായിരുന്നു. ഒരുത്തനെ യമൻ പോത്തിന്റെ പുറത്ത് കയറ്റിക്കൊണ്ടുവന്നുകൊണ്ട് ചിരിച്ചവനായി ഗോവൻ. മൈൻഡ് ഇറ്റ്. താനൊരു ചുക്കും കണ്ടില്ല. ഇപ്പൊ പോത്തില്ല, ടൊയോട്ടയിലാ കാലിന്റെ യാത്ര. ഒരു കാലി അടിക്കുന്നത് സ്ട്രോങ് ആയിട്ട്. എന്തായിരുന്നു കോയ വൈകുന്നേരം എന്റെ വീടിന്റെ മുമ്പിൽ ഒരു കശപിശ? പെണ്ണ് കേസ് തന്നെ. ആ ടീച്ചറിനും വേണ്ടിട്ട് രണ്ട് ബലാലുകളും കൂടെ പെരുവയിലും ബൈക്കും വെക്കാണു. ഓളുടെ പോക്കും അത്ര നന്നല്ല എന്നാ കേൾക്കണേ. ഞമ്മള് കണ്ടിരിക്കണെന്ന് പഠിപ്പിക്കാന്നും പറഞ്ഞ് ടൗണിൽ പോയാ ഓള് ചുറ്റിയടിക്കുന്നത് മുഴുവനും ആ ഓഫീസറിന്റെ കൂടെ തന്നെയാ. എടോ കോയെ, ഇവന്റെ അടുത്താ പറഞ്ഞ നീ നാളെ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഇത് നാട്ടില് മുഴുവനും പാട്ടാവും. വണ്ടി വീടിന്റെ മുന്നിലുണ്ടായ സംഗതി കളത്തിലാവും. അത് ശരിയാ. ഒരു കാര്യം ചെയ്യ്, വണ്ടി ഇവിടെ ഇരുന്നോട്ടെ, അങ്ങോട്ട് വെക്കാം. ഇവിടെ വെച്ചോ. ടീച്ചർ, അവരെല്ലാരും ഇടുക്കിക്ക് പോയിരിക്കുക. തോമസിന്റെ വല്യമ്മ മരിച്ചു. ഇപ്പോ 3 മണി ആയപ്പോഴാ ടെലിഗ്രാം വന്നത്. ഇനിയിപ്പോ ഒരു 2 ദിവസം കഴിഞ്ഞ് നോക്കിയാ മതി. എന്നാ ഞാൻ വരട്ടെ? നിൽക്കും, ഞാൻ കൂടെ വരാം. അവിടെ വരെ. കുറച്ചു ദിവസമായിട്ട് ഞാൻ ടീച്ചറുടെ വഴിക്ക് വന്നില്ല. മനഃപൂർവ്വ ആളുകളെ കൊണ്ട് ഇനി അതും ഇതൊക്കെ പറയിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. അതുകൊണ്ട് ആളുകൾ പറയണത് നിർത്തും തോന്നുന്നുണ്ടോ? അല്ല, അതും ശരിയാ. മാത്രല്ല, ഈ പറഞ്ഞ കുറച്ചു ദിവസത്തിനിടയ്ക്ക് ഒരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായി. എന്റെ ജീവിതത്തിൽ ടീച്ചർ ഇപ്പോ ഒരു മസ്റ്റായിരിക്കുന്നു. അല്ല, വേറെ ഏത് വിധത്തിലും അല്ല, ഇപ്പോഴുള്ള നമ്മുടെ ഈ അണ്ടർസ്റ്റാൻഡിങ് തന്നെ. ഈ കാണാണ്ടിരിക്കാന്നുള്ള ഏർപ്പാട് ഇനി എന്നെ കൊണ്ടാവും തോന്നില്ല ടീച്ചർ. അല്ലാണ്ടൊരു തീരുമാനം ടീച്ചർ എടുക്കല്ലേ?
വന്നുണ്ടോളൂ രണ്ടുപേരും. ഇളയമ ഇരുന്നോളൂ. നിങ്ങൾ കഴിക്കേ, ഞാൻ എന്നിട്ടുണ്ടോളാം. അമ്മ എനിക്കൊരു പപ്പടം കൂടെ. ആ, ഉള്ളത് മുഴുവൻ കഴിഞ്ഞു, ഇനി ഇല്ല പപ്പടം. നിനക്ക് കുറച്ച് ചോറൂടെ ഇട്ടെ. വേണ്ട. അള്ളി ഒച്ചയും ബഹളുണ്ടാക്കിക്കൊണ്ടൊന്നും കാര്യമില്ല. അടങ്ങിയിരിക്കുന്ന എനിക്ക് നല്ലത്. നാണം കിട്ടവനെ, കിടക്കണ പുറത്ത്. എന്നെ കൊണ്ട് ഈ നാണം കെട്ട പണി വെച്ച നീ തന്നെയാ. മര്യാദക്ക് ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിലോ? ഇളമേ, 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 രഘുടാ, ഇളമേ. ആരെ? ഓ, ഒന്നും അറിയാത്തൊരു പച്ച പാവം. മര്യാദക്ക് ഇറക്കി വിടുന്ന നിനക്ക് നല്ലത്. ആരെയാ? ആരുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇറക്കി വിടറാ. അയ്യോ, ഇവിടെ ആരും ഇല്ല. വേണേ കയറി നോക്കിക്കോളൂ. ദാ. ഇറങ്ങി വാടി ഇവിടെ. അത്യാവശ്യം നാട്ടിലും വീട്ടിൽ ചിത്തപ്പനുണ്ടാക്കി ഇറങ്ങി തെറ്റിക്കുന്നു ഓരോ ജന്തുക്കളല്ല. ഞാൻ കാണിച്ചു തരാം. വിടാം, ആടാം. റാസ്കൽ. ചവിട്ടവന്റെ നോക്കി
കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേരെ പിഴപ്പിക്കാറിങ്ങോളാം നാറി. എല്ലാരും പോരെ. നിക്കടി അവിടെ. ഇതിപ്പോ ഒരു അപമാനം. ഇങ്ങനൊന്നില്ല, ചത്തുപോയിന്ന് കരുതിക്കോളാം. പോ, ഏത് നരകത്തിലാന്ന് വെച്ചാ പോയി തൊലേ. ഈ പഠിക്കാത്ത നീ കയറി പോരുത്. അമ്മേ വാതില് തുറക്ക്, വാതില് തുറക്ക്. അമ്മേ അമ്മേ വാതില് തുറക്ക്. പറയുന്നത് കേൾക്ക്. ഇത്രയും കുടിച്ചിട്ട് ഇനിയിപ്പൊ ഇന്ന് പോണ്ട. പോടാ. ഗോവനാ കുടിച്ചത്. ഗോവന്റെ വണ്ടി കുടിച്ചിട്ടില്ല. വണ്ടിക്ക് അറിയാം പോകാനുള്ള വഴി. മനസ്സിലായോടാ ലക്ഷ്മണ? ഒക്കെ അറിഞ്ഞു. മുമ്പ് അങ്ങനെ ഒരു സ്തുതി ഉണ്ടായപ്പോ ഞാനായിട്ട് ഉപദേശിച്ച നിന്നെ. അന്ന് കണ്ണീരും കൈയായിട്ട് മറുത്തോളോ നീ. വെളിച്ചത്ത് മറുത്ത മനസ്സിൽ ഇരുട്ട താശ കിളുത്തിടാന്നുമല്ല. എന്നാലും മറിച്ചൊന്നിനിറങ്ങുമ്പോ എന്റെ മോന്റെ പേരാൽ ചുറ്റിരിക്കുന്ന ഈ വെളുത്ത ചുരുട്ടി അടുപ്പിലെറിഞ്ഞിട്ട് പോരായിരുന്നോ നിനക്കത്? എന്നാലും മറിച്ചൊന്നിനിറങ്ങുമ്പോ എന്റെ മോന്റെ പേരാൽ ചുറ്റിരിക്കുന്ന ഈ വെളുത്ത ചുരുട്ടി അടുപ്പിലെറിഞ്ഞിട്ട് പോരായിരുന്നു നിനക്ക്? എനിക്ക് മാപ്പ് തരണം. അത്ര എനിക്ക് പറയാനുള്ളൂ. സുഗത, ഞാനിപ്പോഴാ വന്നത്. കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഞാൻ നീ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. കണ്ട് യാത്ര തുടങ്ങിട്ട് പോവാൻ. ഒരു പ്രാവശ്യം താൻ ഇറങ്ങി തിരിച്ചപ്പോ ഞാനാ തന്നെ തടഞ്ഞത്. അവസാനം ഇങ്ങനൊക്കെയായി. ഇനി ഞാൻ എന്തും പറഞ്ഞാ തന്നെ പിടിച്ചേർന്നത്? തന്റെ ഇഷ്ടം. രാവിലെ ആ ചെക്കൻ ചെന്ന് കഥ തുറന്നപ്പോഴാ അറിയണത്. എന്നാലും അവൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തല്ലോ. നാട്ടിലും വീട്ടിലും അതിനൊരു സൗകര്യണ്ടായ പിന്നെന്താ ചെയ്യാ? അതിന്റെ ഒരു വിധി.